Hi everyone, today we are going to read the poem The Mountain and the Squirrel. This is an interesting poem and we will first read the poem and explain. After that we will write the appreciation of the poem. Okay. ആദ്യം നമുക്ക് ഈ പോയം ഒന്ന് വായിച്ചു നോക്കാം. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അപ്രീസിയേഷൻ കൊടുക്കുന്നതാണ്. The Mountain and the Squirrel. Before that, a small description is given. Every being on earth is equally important. Nothing is superior or inferior to any other. Here is a poem that gives you this message. Read and enjoy the poem. So what is the description about? In this description, it is said that everything in the earth has its own value or its own worth. എന്ത് വസ്തുവിനും ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഏതൊരു ജീവജാലത്തിനും ആയിക്കൊള്ളട്ടെ അതിൻ്റേതായ വിലയുണ്ട്. ഒന്നും ഒന്നിൻ്റെയും മുകളിലുമില്ല താഴെയുമല്ല. എല്ലാത്തിനും അതിൻ്റേതായ പേർപ്പസ് ഉണ്ട് എന്നർത്ഥം. അങ്ങനെ ഒരു അർത്ഥം വരുന്നൊരു കവിതയാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വായിച്ചു നോക്കാം. The Mountain and the Squirrel. The mountain and the squirrel had a quarrel, and the former called the latter little prig. So in the poem, first the mountain is calling the squirrel little prig. Prig എന്ന് പറഞ്ഞാൽ അഹങ്കാരി. നീ ഒരു കൊച്ചു അഹങ്കാരിയാണെന്ന് മൗണ്ടെയിൻ സ്ക്വിറലിനോട് പറഞ്ഞു. They are having a kind of quarrel between them. And the mountain called the squirrel little prig. Okay. Bun replied. Here the bun means the squirrel because it is so fluffy, right? Squirrel ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ടാണ് അതിനെ ബണ്ണെന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ബണ്ണ് അല്ലെങ്കിൽ the squirrel റിപ്ലൈ കൊടുത്തു. You are doubtless very big, but all sorts of things and weather must be taken in together to make up a ear and a sphere. അപ്പോൾ സ്ക്യൂറല് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മറുപടിയാണ് മൗണ്ടെയിന് കൊടുത്തത്. ഞാൻ ചെറുതാണ്, ഐ ആം സോ സ്മോൾ ആൻഡ് യു ആർ ഡൗട്ട്ലെസ് വെരി ബിഗ്. നീ ഭയങ്കര വലിയതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദർ മസ്റ്റ് ബി ടേക്കൺ ഇൻ ടുഗെദർ ടു മേക്ക് അപ്പ് എ ഇയർ ആൻഡ് എ സ്ഫിയർ. ഒരു വർഷം മുഴുവനാവണമെങ്കിലും ഒരു ഭൂമി മുഴുവനാണെങ്കിലും സ്ഫിയർ ഹിയർ മീൻസ് എർത്ത്. ഓക്കെ. അപ്പം ഒരു ഭൂമി പൂർണ്ണമാവണമെങ്കിലും അതുപോലെ തന്നെ ഒരു വർഷം പൂർണ്ണമാവണമെങ്കിലും എല്ലാ തരത്തിലുള്ള സംഗതികളും ഒരുമിച്ച് കൂടണം, എങ്കിലേ അത് പൂർണ്ണമാവുകയുള്ളൂ. എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളും ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം ഒരുപോലെ ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഒരു വർഷം മുഴുവനാകുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് നോട്ട് ഡിസ്ക്രൈസ് ടു ഒക്യുപ്പൈ മൈ പ്ലേസ്. അപ്പോൾ ഈ സ്ക്വിറൽ പറയാണ്, അതുകൊണ്ട് തന്നെ ഞാനിപ്പം വഹിക്കുന്ന ഈ സ്ഥാനം ഒരു ഡിസ്ഗ്രേസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിച്ച് മീൻസ് ഐ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഹാവിങ് ദിസ് സ്പേസ് ഓഫ് മൈ ഓൺ ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ ഇങ്ങനെയൊരു റോളിൽ ജീവിക്കേണ്ടി വരുന്നതിൽ എനിക്കൊരു എന്ത് തോന്നുന്നില്ല, ഡിസ്ഗ്രേസ് തോന്നുന്നില്ല. ഞാൻ താഴ്ന്നപ്പെട്ടവനാണെന്നോ അല്ലെങ്കിൽ മോശം ഒരു സംഗതിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇഫ് ഐ എം നോട്ട് സോ ലാർജ് ആസ് യു, യു ആർ നോട്ട് സോ സ്മോൾ ആസ് ഐ. ഞാൻ നിൻ്റെ അത്രയും വലിയ ഉയരമില്ല എങ്കിൽ യു ആർ നോട്ട് സോ സ്മോൾ ആസ് ഐ, നീ എന്നെപ്പോലെ ചെറുതുമല്ല. ആൻഡ് നോട്ട് ഹാഫ് സോ സ്പ്രൈ, എൻ്റെ അത്ര എനർജറ്റിക് അല്ല. യു ആർ നോട്ട് ഹാഫ് സോ സ്പ്രൈ, വിച്ച് മീൻസ് യു ആർ നോട്ട് ഈവൻ, യു ഡോണ്ട് ഹാവ് ഈവൻ ദ എനർജി വിച്ച് നോട്ട് ദ ഹാഫ് ഓഫ് ദ എനർജി ദാറ്റ് ഐ ഹാവ്. എനിക്കുള്ള എനർജിയുടെ പകുതി പോലും നിനക്കില്ല. I will not deny you make a very pretty squirrel track. നീ എനിക്കൊക്കെ വേണ്ടിയിട്ട് വളരെ പ്രിറ്റി ആയിട്ടുള്ള സ്ക്വിറൽ ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല.
the squirrel is thankful to the mountain. And I'll not deny you make a very pretty squirrel track. Talents differ. All is well and wisely put. അപ്പം സ്ക്വിറൽ പറയാണ്, നീ എനിക്കൊരു സ്ക്വിറൽ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നിൻ്റെ മൗണ്ടെയിനിൽ ഓടിക്കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്വിറൽ ട്രാക്ക് ഉണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്താണ്? ടാലൻറ്റ്സ് ഡിഫർ. ഓരോരുത്തരുടെ കഴിവും വ്യത്യസ്തമുള്ളതാണ്. ഓരോരുത്തർക്കുള്ള കഴിവുകളും വ്യത്യസ്തമാണ്. ആൻഡ് ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. മാത്രമല്ല, എല്ലാം വളരെ വളരെ വെല്ലായിട്ടും വൈസായിട്ടുമാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്, നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. സോ ദ സ്ക്വിറൽ ഈസ് സേയിങ് ദാറ്റ് I cannot carry a forest on my back, but you carry that. You are a big mountain and you can carry a lots of trees, plants, animals, birds and everything on your back. You can carry a forest on your back, but I cannot do that because I am so small. Like that, I can crack a nut, but even if you are a big mountain, നീ ഒരു വലിയ മൗണ്ടെയിൻ ആണെങ്കിലും യു കനോട്ട് ക്രാക്ക് എ നട്ട്. നിനക്ക് ഒരു നട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു നട്ട് വായ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാനുള്ള കഴിവ് നിനക്കില്ല. അതുപോലെ തന്നെയാണ് നിനക്ക് നിൻ്റെ പുറത്ത് ഒരുപാട് മരങ്ങളെയും വൃക്ഷങ്ങളെയും അതുപോലെ തന്നെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ബേർഡ്സിനെയും ഒരു ഫോറസ്റ്റിനെ തന്നെ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ എനിക്കതില്ല. അപ്പം വാട്ട് ഡസ് ഇറ്റ് മീൻ? എവറി ഇൻഡിവിജ്വൽ ഓർ എവറി ക്രിയേച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ലിറ്റിൽ ക്രിയേച്ചേഴ്സ്. ചെറിയ ജീവികളുടെ പവറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് സ്ക്വിറൽ മൗണ്ടെയിനിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ദ പോയം ആൻഡ് ഹിയർ ഈസ് ദ അപ്രീസിയേഷൻ ഓഫ് ദ പോയം. ലെറ്റ് us read. Ralph Waldo Emerson is the poet. He was born in 1803 and died in 1882. Was an American poet, philosopher and essayist. He was born and brought up in Boston. He was a social critic and a champion of individualism. He wrote a lot about the relationship between man and nature. About the poem. As the title indicates, the poem starts with a squirrel and a mountain. They are having a kind of quarrel between the mountain and squirrel. The mountain called the squirrel a little prig because it wanted to tease the squirrel as it is too big compared to the mountain. മൗണ്ടെയിനായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്ക്വിറൽ വളരെ ചെറുതായതുകൊണ്ട് തന്നെ മൗണ്ടെയിൻ സ്ക്വിറലിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കളിയാക്കുന്നത്? യുവർ എ ലിറ്റിൽ പ്രിഗ് എന്ന് പറഞ്ഞിട്ട്. ഒരു കൊച്ചു അഹങ്കാരിയാണ്. നിൻ്റെ ചാടിക്കളിയും കാട്ടിക്കൊട്ടിലും കണ്ടാൽ നീ വലിയ ആളാണെന്നാണ് നിൻ്റെ വിചാരം എന്നുള്ള നിലക്കുള്ള വിളിയാണ് മൗണ്ടെയിൻ സ്ക്വിറലിനെ വിളിച്ചത്. The squirrel tells that it is true that you are big, but to make up a year and a sphere, all kinds of living things, non-living things and weather must be taken together. അപ്പം ഒരു വർഷവും ഒരു ഭൂമിയും മുഴുവനാകണമെങ്കിൽ എല്ലാവിധത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാവിധത്തിലുള്ള വസ്തുക്കളും ഒരുമിച്ച് ചേർന്നാലേ അത് സാധ്യമാകുകയുള്ളൂ. Each tiny thing contribute their portion to the earth and to the year. ഏതൊരു ചെറിയ വസ്തുവും അവരുടേതായ ഭാഗം ഭൂമിക്കും ആ വർഷത്തിനും നൽകുന്നുണ്ട്. Then only a balanced year and sphere is possible. അപ്പോൾ മാത്രമാണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വർഷവും അതുപോലെ തന്നെ ഭൂമിയും സാധ്യമാകുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്ഗ്രേസ് ടു ബി എ ലിറ്റിൽ ക്രിയേച്ചർ. അതുകൊണ്ട് ചെറിയൊരു ജീവി ആയിരിക്കുക എന്നുള്ളതിൽ മോശം ഒന്നുമില്ല, അല്ലെങ്കിൽ ചെറിയൊരു ജീവി ആയിരിക്കുക എന്നുള്ളതിൽ അപമാനകരമായിട്ടുള്ള സംഗതി ഒന്നും
അല്ല എന്നാണ് സ്ക്വിറൽ പറയുന്നത്. ദ സ്ക്വിറൽ ഓപ്പൺസ് ദ ഐ ഓഫ് ദ മൗണ്ടെയിൻ ആൻഡ് ദ റീഡർ ബൈ ടോക്കിംഗ് അബൌട്ട് ദ വർത്ത് ഓഫ് ഈച്ച് ക്രിയേച്ചർ ഇൻ ദ വേൾഡ്. അപ്പം ഈ സ്ക്വിറൽ ഇങ്ങനെ ഈ ചെറിയ ജീവികളുടെ പോലും മഹത്വം പറഞ്ഞിട്ട് നമ്മൾ റീഡേഴ്സിൻ്റെയും ഈ മൗണ്ടെയിൻ്റെയും കണ്ണ് തുറപ്പിക്കുന്നു. The squirrel defends the mountain by saying that even though it is small, it is more lively and energetic. ഈ സ്ക്വിറൽ പറയുന്നത് ഞാൻ ചെറുതാണെങ്കിലും വളരെ ലൈവ്ലിയാണ്, എനർജറ്റിക്കുമാണ് എന്നാണ്. If it cannot carry the forest on its back, neither the mountain can crack a nut. They have different potential and talent. അപ്പം ഈ സ്ക്വിറൽ പറയാണ്, എനിക്ക് ഫോറസ്റ്റിനെ പുറത്ത് ചുമക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ഒരു നട്ട് ക്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. അത്ര ഡിഫറൻസേ ഉള്ളൂ. എല്ലാ ജീവികൾക്കും എല്ലാത്തിനും അതിൻ്റേതായ പൊട്ടൻഷ്യലും ടാലൻറ്റും അതിൻ്റേതായ കഴിവുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ദ സ്ക്വിറൽ ഡസ് നോട്ട് ഡിനേ ദാറ്റ് ദ മൗണ്ടെയിൻ മേക്സ് എ വെരി പ്രിറ്റി സ്ക്വിറൽ ട്രാക്ക്. പക്ഷെ സ്ക്വിറൽ എന്ത് ചെയ്യുന്നില്ല, നിഷേധിക്കുന്നില്ല മൗണ്ടെയിൻ സ്ക്വിറലിന് വേണ്ടിയിട്ടുള്ള വളരെ മനോഹരമായ ട്രാക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. And he is thankful too. നന്ദിയുള്ളവനാണ് സ്ക്വിറൽ. The poem teaches that each person has his own talents and everyone has their own purpose. അപ്പം ഈ പോയം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജീവികൾക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അവരുടേതായ വിലയുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്, അവരുടേതായ ഉദ്ദേശമുണ്ട്. വിച്ച് മീൻസ് അവരെന്താണോ ഭൂമിയിലേക്ക് കൊടുക്കേണ്ടത് അതിൻ്റേതായ പർപ്പസ് ഓരോ ജീവിക്കും അവരെന്തിനാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന ഒരു റീസൺ ഉണ്ട്. നോ വൺ ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് ആരും ഒരാളിനേക്കാളും ഉയർന്നതോ ഒരാളിനേക്കാളിലും താഴെയോ അല്ല. ദ മൗണ്ടെയിൻ ഇൻ ദിസ് പോയം ഫീൽസ് ആസ് ഇഫ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഈ പോയത്തിൽ നമ്മുടെ മൗണ്ടെയിന് തോന്നുന്നത് ഈ മൗണ്ടെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ളവരെക്കാട്ടിലൊക്കെ ഉയർന്ന നിലക്കുള്ള ഒരാളാണെന്നുള്ള ഒരു തോന്നലാണ് ഈ മൗണ്ടെയിൻ ഉണ്ടായിരുന്നത്. സോ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ പേജ് ഈസ് എ റെലവൻറ്റ് പ്രോവർബ് ഹിയർ. അപ്പോൾ ഇവിടെ നമുക്കൊക്കെ ഓർക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോവർബാണ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ പേജ്. ഒരു പുസ്തകത്തെ അതിൻ്റെ പുറംചട്ട കൊണ്ട് വിലയിരുത്തരുതെന്ന്. The rhyming words are used in poem. Rhyming words are used in this poem. Examples: squirrel, quarrel, weather, together, put, nut, track, back. These are all the rhyming words used in the poem. Alliteration എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ സെയിം കോൺസണൻറ്റ് സൗണ്ട് യൂസ് ചെയ്യുന്നതിനാണ് alliteration എന്ന് പറയുന്നത്. For example, and the former called the later little prick. Here l sound is repeated. Later little. Okay, later little. And in the second example, well and wisely put. V sound is repeated here. V consonant sound is repeated here, like well and wisely put. Last one, cannot carry forest on my back. Here k sound is repeated. Cannot carry, cannot carry, cannot carry. So I think this poem is clear to you. I think this ഈ അപ്രീസിയേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു subscribe into our channel. Thank you for watching.